കാശെല്ലാം റെഡിയാ. 9 മണിക്ക് ബൈപ്പാസ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ എത്തിയാൽ മതി. പിന്നെ ഞാൻ തന്ന ഡോക്യുമെന്റ്സും കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവാ പ്രകാശേട്ടാ. തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. തിരിച്ചു വന്നിട്ടേ എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ, എന്തായാലും നീ പോയിട്ട് വാ. എന്താടാ ചാവിയ? ആ, ദാ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നീ ഇന്നലെ രാത്രി എടുക്കാൻ മറന്നുപോയായിരിക്കും. സോറി, ഇന്നലെ രാത്രി ചാവി എടുക്കാൻ മറന്നുപോയി. ആ, രാത്രിയുടെ കള്ളന്മാരൊന്നും വരാതിരുന്ന നന്നായി. രാവിലെ ആയിരുന്നിട്ടും അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ടല്ലോ. ഹ്യൂമിഡിറ്റി ആയിരിക്കും അല്ലടാ? അതെ, ഹ്യൂമിഡിറ്റിയാ. ഇന്നെന്റെ വർഷക്കൊരു അല്പം ചന്തം കൂടിയിട്ടുണ്ടല്ലോ. നോക്കുന്ന ആളുകളുടെ കണ്ണുകളിലെ ഇഷ്ടത്തിന്റെ തോതനുസരിച്ചിരിക്കും മുന്നിൽ നിൽക്കുന്ന ആളിന്റെ സൗന്ദര്യം. നല്ല സാഹിത്യമാണല്ലോ ആളിന്. മനസ്സിന്റെ അഴകാണ് വാക്കുകളുടെ ഭംഗി. എന്നാവും മറുപടിയല്ലേ? ഞാൻ മാത്രമല്ല, ഏട്ടനും നന്നായി സാഹിത്യം പറയുന്നുണ്ടല്ലോ. പക്ഷേ എന്റെ സാഹിത്യം നിന്നോടുള്ള പ്രണയമാണ്. അങ്ങനെയെങ്കിൽ മറുപടിയും സാഹിത്യത്തിലാവട്ടെ. ആ പ്രണയമാ എന്റെ സൗന്ദര്യം. വർഷ വീട്ടിൽ പോയി എല്ലാരും കണ്ട് സന്തോഷിച്ച് അടിച്ചു പൊളിച്ചിട്ടോ. എല്ലാവരെയും കാണുമ്പോ, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. പക്ഷേ അതിലും കുറച്ച് നോവ് കലർന്നിരിക്കും. ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത എന്നെ നൊമ്പരപ്പെടുത്തും. വർഷേ, ഞാൻ കൂടെ ഉണ്ടെന്ന് കരുതിക്കോ. ധൈര്യമായിട്ട് പോയിട്ടോ. ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ എവിടെ ചെന്നാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള മനസ്സായിരിക്കും എന്റേത്. പോയിട്ട് വരട്ടെ. പോയിട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. മനോജ്, നീ ആയതുകൊണ്ട് പറയാ, രാവിലെ വിളിച്ചു വരുത്തി ഉടായ്പ കാണിക്കാൻ നിൽക്കരുത്. കരുണാകരക്കുറുപ്പിന്റെ മരുമകനാണല്ലോ എന്ന് കൂടി ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ മര്യാദ കാണിച്ചത്. സേവ്യറെ, താൻ കാണിച്ച മര്യാദയുടെ കാര്യമൊന്നും എന്നോട് പറയണ്ട. എല്ലാം ഞാൻ കണ്ടതാ. കണ്ടവനെ എന്നൊക്കെ പണം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തവൻ ഇത്രയും മര്യാദ പ്രതീക്ഷിച്ചാ മതി. അധിക സംസാരമൊന്നും വേണ്ട. ഞാൻ തന്ന ചെക്കും ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. മജു, ആ പേപ്പറും കൊടുത്തേക്ക്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. ഇല്ല, ഈ ഡീൽ ഇവിടെ അവസാനിച്ചല്ലോ. ബാഗിൽ വെച്ചോ. ആ, പിന്നെ മനോജേ, ഇനി എന്തെങ്കിലും കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് മാത്രം തന്നാ മതി. ഓ, ഓക്കെ, എന്നാ കാണാം. പ്രകാശേട്ടനാണല്ലോ. ഹലോ,
ഹലോ മനോജേ, നീ എവിടെ? ഞാൻ സിറ്റിയിലുണ്ട് പ്രകാശ് ഏട്ടാ. എന്തു പറ്റി? എനിക്കേ അത്യാവശ്യമായിട്ട് നിന്നൊന്ന് കാണണമല്ലോ. ഞാനിവിടെ സിറ്റി തന്നെയുണ്ട്. എന്നെ വിളിച്ചാൽ മതി. ആ ശരി, ഞാനേ പൂജ വരെ എത്തിയിട്ട് വിളിക്കാം. ശരി. അപ്പം അവൻ നാട് വിട്ടു പോയിട്ടില്ല. ഇനി അങ്ങോട്ടാണ് കഥയുടെ ട്വിസ്റ്റ്. ഗസലെ, ഞാനാ മനോജ്. കാശെല്ലാം റെഡിയാ. 9 മണിക്ക് ബൈപ്പാസ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ എത്തിയാൽ മതി. പിന്നെ ഞാൻ തന്നെ ഡോക്യുമെന്റ്സും കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ. ഹലോ ദീപു, ഞാനാ മനോജ്. ക്യാഷൊക്കെ റെഡിയാ. ഞാൻ ലൊക്കേഷൻ അയക്കാം. ഓക്കെ. മാധവേട്ട, ചായ. ദിയമോൾ എണീറ്റില്ലേ? ഇല്ല, ഇന്ന് സ്കൂളില്ലല്ലോ. ഉറങ്ങിക്കോട്ടെ. ആ അച്ഛാ, സോമനങ്ങള്. ആ സോമ കേറി വാ. ആ ആ ആ താനിരിക്കെ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇങ്ങോട്ട്. ചന്ദ്രു, സോമന് ചായ എടുക്ക്. വേണ്ട വേണ്ട, ചായ ഇപ്പൊ ഒന്ന് കുടിച്ചതേ ഉള്ളൂ. ആ അതിനെന്താ, തന്റെ വീക്ക്നെസ് ആണല്ലോ ചായ. ആയിരുന്നു. ഡോക്ടർ പറഞ്ഞതേ ചായ കൂടി നിശേഷം നിർത്താനാ. ഓ. എന്നാലേ രാവിലെയും വൈകുന്നേരം ഓരോ ചായ കുടിക്കാൻ എന്റെ തീരുമാനം. അപ്പൊ ഞാൻ ചായ എടുക്കാം. വേണ്ടാന്നേ, ഇപ്പൊ തന്നെ ചായ 2 ആ മാധവ, ഞാൻ വന്നത് ആ ക്യാഷിനാ. പണം എടുത്ത് വെച്ചിരിക്കയല്ലേ? എല്ലാ എണ്ണയും പ്രത്യേകം കെട്ടാക്കി വെച്ചിരിക്കുക. എന്നാ പിന്നെ അതിങ്ങെടുത്തോ. ചന്ദ്രു, ആ ബാഗ് എടുത്തോണ്ട് വാ. ഈ പണം അങ്ങ് ഏൽപ്പിക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. എനിക്കല്ല, മരുമോന്. തനിക്കറിയാലോ, ഒരു പ്രത്യേക രീതികളാവന്. പരസ്പരം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പൊന്നും പണവൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴായി എന്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തു. ആകെ ഒരു മോളല്ലേ, അവളുടെ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യ. ഇതും കൂടി കൊടുത്തു കഴിയുമ്പോ ഇനി ഈ സോമന്റെ കയ്യിൽ ഒന്നുമില്ലടോ. ആ സോമനങ്ങളോ, സുഖാണോ? കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മാറ്റം നല്ലത് തന്നെ.